CPIയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് കാനം രാജേന്ദ്രൻ്റെ മരണത്തോടുകൂടി കടന്നു വന്ന നേതാവാണ് ബിനോയ് വിശ്വം. കാനം രാജേന്ദ്രൻ്റെ ശിഷ്യൻ എന്നു തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വവും CPIയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ടിക്കുള്ളിലെ എല്ലാ പ്രശ്നങ്ങളെയും വേദികളിലും പറയേണ്ട ഇടങ്ങളിലും കൃത്യമായി പറയുന്ന നേതാവ് തന്നെയാണ് ബിനോയ് വിശ്വം. CPMനെതിരായി എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ താക്കീത് നൽകണമോ അത്തരത്തിലെല്ലാം നൽകുന്ന ഒരു നേതാവാണ് ബിനോയ് വിശ്വം. CPMനെതിരായി കടുത്ത ആരോപണങ്ങൾ അദ്ദേഹം പലതവണ പലയിടങ്ങളിലും ഉന്നയിച്ചിട്ടുമുണ്ട്. അതിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോയും ബിനോയ് വിശ്വവും തമ്മിൽ പല വാക്കുതർക്കങ്ങൾ നടന്നിട്ടുമുണ്ട്. ഇപ്പോഴും CPMനെതിരായുള്ള രൂക്ഷമായ ആരോപണങ്ങളും രൂക്ഷമായ താക്കീതും നിർത്താതെ തുടരുകയാണ് ബിനോയ് വിശ്വം. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഇടതുപക്ഷ ഈറ്റില്ല പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായ മട്ടന്നൂരിലെ വേദിയിൽ വെച്ച CPMനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ബിനോയ് വിശ്വം തിരിച്ചടിച്ചിരിക്കുന്നത്. ഇപ്പോഴും CPMൻ്റെ പ്രവണതകളും CPMൻ്റെ രീതികളും ശരിയല്ല എന്ന് അടിവരയിട്ട് പറയുക തന്നെ ചെയ്യുന്നു ബിനോയ് വിശ്വം. CPM ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്. സംസ്ഥാനത്തെ ഭരിക്കുവാൻ ആ പാർട്ടിയെ പ്രാപ്തമാക്കി മാറ്റിയത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. പക്ഷേ ആ സാധാരണക്കാരായ ജനങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് അധപ്പതിച്ചു പോയിട്ടുണ്ട് CPM എന്ന് പറയാതെ പറയുകയാണ് ബിനോയ് വിശ്വം. കഴിഞ്ഞ ദിവസം NE ബാലറാം, PP മുകുന്ദൻ അനുസ്മരണം കണ്ണൂർ മട്ടന്നൂരിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലായിരുന്നു CPMനെതിരായുള്ള രൂക്ഷമായ ആരോപണം ബിനോയ് വിശ്വം പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ചെറിയ പരാജയം ഒന്നും തന്നെയല്ല. അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. അത് നൽകുന്ന മുന്നറിയിപ്പും ചെറുതൊന്നുമല്ല. ഇനിയും ഇത്തരത്തിലുള്ള നിലപാടുകളും നടപടികളുമായി മുൻപോട്ട് പോവുകയാണ് എങ്കിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഇതിലും വലിയ തോൽവികൾക്ക് പാത്രമാകേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. അതുകൊണ്ട് തിരുത്തപ്പെടേണ്ടത് തിരുത്തി തന്നെ മുൻപോട്ട് പോകണം. CPM സ്വമേധയാ തിരുത്തലിന് വിധേയമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വീകരിച്ച് മുൻപോട്ട് പോകേണ്ട ആവശ്യകതയും ഏറെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ബിനോയ് വിശ്വം. 2019-ലെയും 2021-ലെയും ഒക്കെ തുടർച്ചയായുള്ള ദയനീയ പരാജയം വിഷമമുണ്ടാക്കുന്ന ഒന്നു തന്നെയാണ്. പക്ഷേ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇനിയുമുള്ള 2 വർഷമെങ്കിലും ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് പാർട്ടി മാറേണ്ടതായിട്ടുണ്ട്. അതിൽ ഏത് നിലപാട് സ്വീകരിക്കണമെങ്കിലും ആ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകണമെന്ന വരികൾക്കിടയിൽ വ്യക്തമായി പറയുന്നുണ്ട് ബിനോയ് വിശ്വം. അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് 2026-ലെ നിയമസഭാ അധികാരം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന പാർട്ടി അധികാരത്തിലെത്തണമെങ്കിൽ അതിലെന്ത് നിലപാട് സ്വീകരിക്കണമോ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചേ മതിയാകൂ എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. അത് മുഖ്യമന്ത്രിയെ മാറ്റുന്നതാണെങ്കിൽ അങ്ങനെ, അല്ല താഴെ തട്ടിലുള്ള ചെറിയ മാറ്റങ്ങളാണെങ്കിൽ അങ്ങനെ. സാധാരണക്കാരായ ജനങ്ങളുടെ പെൻഷൻ, സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള പുതിയ നിലപാടുകൾ, സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിൽ നിന്ന് മുൻപോട്ട് പോകുന്ന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പാർട്ടി അംഗങ്ങളും പാർട്ടി നേതാക്കന്മാരും കൈയിട്ടുവാരുന്ന പ്രവണതയടക്കം മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് അവ്യക്തമായാണെങ്കിൽ പോലും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വേദിയിൽ ബിനോയ് വിശ്വം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 2 വരിയുണ്ട്. അതിന് പ്രസക്തിയും അതിന് പ്രാധാന്യവും വളരെ ഏറെയാണ്. അത് ഇങ്ങനെയാണ്: CPIക്ക് ജനങ്ങൾ മാത്രമാണ് യജമാനന്മാർ. ആ വാക്കുകളുടെ പ്രാധാന്യം CPMനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷത്തിൻ്റെ പ്രധാന കമ്മിറ്റികളിലും ഇടതുപക്ഷ സെക്രട്ടേറിയറ്റുകളിലെല്ലാം മുഴങ്ങിക്കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്, ഇടതുപക്ഷത്തെ പാർട്ടികളായ CPMും CPIയും മറ്റ് ഘടകകക്ഷികളും എല്ലാം, അത് കണ്ണൂർ ലോബികളായുള്ള നേതാക്കന്മാരടക്കം എല്ലാവരും ഒരു നേതാവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്നു. പാർട്ടി ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്നൊരു ആരോപണം ശക്തമായ ഭാഷയിൽ തന്നെ ഉടലെടുത്തു വന്നിരുന്നു. അതിന് സാദൃശ്യം വരുന്ന പോലെ തന്നെയാണ് ഇത്തരത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു മറുപടി ഇപ്പോൾ ആ വേദിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. CPIയുടെ യജമാനന്മാർ ജനങ്ങളാണെന്ന് പറയുമ്പോൾ CPMൻ്റെ യജമാനൻ പിണറായി വിജയനാണെങ്കിൽ CPIക്ക് അത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു നേതാവിനെ യജമാനനായി കാണേണ്ട ആവശ്യകതയില്ല. CPI എല്ലാ കാലത്തും ജനങ്ങൾക്ക് അനുകൂലപരമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു വെക്കുക തന്നെയാണ് ബിനോയ് വിശ്വം അവിടെ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായി കാണേണ്ട ഒരു കാര്യം, ബിനോയ് വിശ്വം കാനം രാജേന്ദ്രൻ CPMനെ വിമർശിച്ചതുപോലെ തന്നെ വ്യക്തമായും അവ്യക്തമായും പറഞ്ഞും പറയാതെ വെച്ചുമൊക്കെ പലതും ഉന്നയിച്ച് വെക്കുന്നുണ്ട്. പല ആരോപണങ്ങളും മുൻപോട്ട് കൊണ്ടുവരുന്നുണ്ട്. പല താക്കീതുകളും നൽകുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കീത് തന്നെയാണ് CPMൻ്റെ യജമാന സ്തുതി എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം BJPയെ സംസ്ഥാനത്തിൽ നിന്ന് തുരത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
BJPയെ ഇവിടെ നിന്ന് തുരത്തിയില്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുവാൻ പോകുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം കണ്ണൂരും ആലപ്പുഴയും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ കോട്ട ഗ്രാമങ്ങളിലെല്ലാം BJP കാര്യമായ രീതിയിലുള്ള വോട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസിനേക്കാൾ വലിയ ക്ഷീണമുണ്ടാക്കുക ഇടതുപക്ഷത്തിന് തന്നെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രത്യയശാസ്ത്രത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തിയ BJP കേരളത്തിലെ ശക്തി കേന്ദ്രം CPM ആണെന്ന് അല്ലെങ്കിൽ CPI ആണെന്ന് മനസ്സിലാക്കി അവരെ എന്നേക്കുമായി തുരത്തുവാനുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നതിന് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. BJPയെ തുരത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJPയെ എതിർക്കാൻ മതേതര കക്ഷികളുടെ വിശാലവേദി വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴുള്ള BJPയുടെ ചെറുതും വലുതുമായ പരാജയങ്ങളുടെ പ്രധാന കാരണം രാജ്യത്തെ അടക്കി ഭരിക്കുവാൻ BJP ശ്രമിച്ചത് കൊണ്ട് ആണ് എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ അവിടെ ഇടതുപക്ഷ നേതാക്കന്മാരും പാർട്ടിയും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നടത്തുന്നത് ഏകപക്ഷീയമായ ഒരു ഭരണമാണ് എങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തെ സ്വന്തം കാൽക്കീഴിലാക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ പിണറായി വിജയനും ചെയ്യുന്നത് അതുതന്നെയാണെന്ന ബോധ്യം ഇടതുപക്ഷത്തിന് ഉണ്ടാകണമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ പോകുന്ന ഒരു സർക്കാർ സ്വാഭാവികമായും ആ സർക്കാരിനെ ജനങ്ങൾ പിന്തള്ളുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായുള്ള പരാജയം കൂടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന ബോധ്യം കൂടി ഇടതുപക്ഷത്തിന് ഉണ്ടാകണമെന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും ബിനോയ് വിശ്വം ഇപ്പോഴും പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ നിർത്തിയിട്ടില്ല. CPMനും പിണറായി വിജയനും എതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ വേദികളിലൂടെ വ്യക്തമായോ അവ്യക്തമായും ഒക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലെ CPIയുടെ നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെ ആയിരിക്കുമെന്നതിലും സംശയം ഒന്നും തന്നെയില്ല.